ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകസഭയിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു. ഫലം എന്തെന്നറിയാനായി ആകാംക്ഷാപൂർവം നാം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി വോട്ട് ചെയ്യാനായി ഞാനും അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് പോയിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ എത്തിയവരുടെ നിരയിൽ നിന്നപ്പോൾ പണ്ട് പിലാത്തോസിൻ്റെ അരമനയുടെ മുമ്പിൽ അരങ്ങേറിയ സംഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയത്. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പിലാത്തോസിൻ്റെ അരമന മുറ്റം ഒരു തിരഞ്ഞെടുപ്പ് വേദിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പിലാത്തോസ് ഇരിപ്പുണ്ട്. വോട്ടർമാരായി എത്തിയത് യഹൂദ ജനതയായിരുന്നു. 2 സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്, ക്രിസ്തുവും ബറബാസും. ശബ്ദ വോട്ടോടെയാണ് ഇവരിൽ ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പരിശോധിച്ചതുമാണ്. തികച്ചും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയായി പിലാത്തോസ് യേശുവിനെ കണ്ടു. എതിരാളികൾ ഉന്നയിച്ച അയോഗ്യതകളൊന്നും തന്നെ യേശുവിനില്ലായിരുന്നു. യേശുവിനെതിരായി അവരുന്നയിച്ച ആരോപണങ്ങളെല്ലാം തികച്ചും തെറ്റായിരുന്നു. യേശുവാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കുന്നു. ഇതിലൂടെ പൊതുജനം സമ്മതിക്കണ്ടേ? അതെ, പൊതുജനമാണ്. പൊതുജനത്തെ വിലയ്ക്ക് വാങ്ങിയ സ്ഥാപിത താല്പര്യക്കാരാണ് എല്ലാം ഉഴച്ചു മറിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ബോധ്യങ്ങൾക്ക് മാറ്റം വരുന്നു. അതിനേക്കാൾ ഉപരിയായി സമൂഹത്തിൽ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഗൂഢതന്ത്രങ്ങൾക്ക് പൊതുജനം ഇരകളായിത്തീരുന്നു. അവരെയെല്ലാം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന യേശുവിനെ നോക്കി അവരെല്ലാം ഇപ്രകാരം ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അപ്പോഴും യോഗ്യനായ സ്ഥാനാർത്ഥിയെ, കുറ്റമറ്റവനായ യേശുവിനെ തിരസ്കരിക്കുവാൻ പിലാത്തോസിന്റെ മനസ്സാക്ഷി അയാളെ അനുവദിച്ചില്ല. ഏകപക്ഷീയമായ ഒരു യേശുവിനെ തിരഞ്ഞെടുക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിലാത്തോസ് മറ്റൊരു ഉപായം കണ്ടുപിടിച്ചു. അതുകൊണ്ട് യേശുവിനെതിരായി കള്ളക്കഥകൾ പറഞ്ഞു വരുത്തി യേശുവാണ് കൂടുതൽ അപകടകാരി എന്ന് പൊതുജനത്തെ വിശ്വസിപ്പിക്കുന്നത് അവർ വിജയിച്ചു. യേശു പരാജയപ്പെട്ടു, ബറബാസ് വിജയിച്ചു. പക്ഷെ ആ വിജയം വെറും താൽക്കാലിക വിജയമായി മാത്രമായിരുന്നു. ഇത് 2000-ലേറെ കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തിരഞ്ഞെടുപ്പിന്റെ വിവരണം മാത്രമാണോ? അല്ല, ആളും കാലവും മാറിയെന്നേ ഉള്ളൂ.